ശ്രീ ശിവശങ്കർ, ഇന്നലെ 2 മണിക്കൂറിലധികം പ്രധാനമന്ത്രിയുടെ പ്രസംഗത്തിലുടനീളം മണിപ്പൂരിനെ കുറിച്ച് സംസാരിക്കൂ, മണിപ്പൂർ സംസാരിക്കണം, മണിപ്പൂരിനെ കുറിച്ച് സംസാരിക്കാൻ അവസരം വേണം, പ്രധാനമന്ത്രി മണിപ്പൂരിനെ കുറിച്ച് പറയണം എന്നൊക്കെ ആവശ്യപ്പെട്ടാണ് പ്രതിപക്ഷം ബഹളം ഉയർത്തിയത്. പ്രധാനമന്ത്രി ഇന്നലെ ഇത് പരിഗണിച്ചതേയില്ല. പക്ഷേ ഇന്ന് രാജ്യസഭയിൽ അദ്ദേഹത്തിന് അല്പമെങ്കിലും മണിപ്പൂരിനെ കുറിച്ച് വിശദീകരിക്കേണ്ടി വന്നു. അത് ജനാധിപത്യത്തിന്റെ വിജയമാണോ? ജനാധിപത്യം ആണ് വിജയിച്ചത് എന്നുള്ള ബോധം കോൺഗ്രസ്സുകാർക്കുണ്ടായിരുന്നെങ്കിൽ ഇന്നലെ പാർലമെന്റിൽ അവർ പെരുമാറിയ പോലെ ഒരു കാലത്തും അവർ പെരുമാറില്ലായിരുന്നു. അതുകൊണ്ട് ജനാധിപത്യത്തെ ഒരിക്കലും കോൺഗ്രസ്സുകാർ പല കാലഘട്ടത്തിലും അവർ അംഗീകരിച്ചിട്ടില്ല, ഇന്നലെയും അംഗീകരിച്ചിട്ടില്ല. ഇന്ന് എന്തുകൊണ്ടാണ് അവർ നിശബ്ദരായി ഇരുന്നത്, അല്ലെങ്കിൽ കുറച്ചെങ്കിലും എല്ലാം നിശബ്ദരായി ഇരുന്നത് എന്ന് അവരോട് ചോദിക്കണം. അപ്പോൾ ഒരു പാർലമെന്റിൽ പ്രതിപക്ഷ കക്ഷികളുടെ ശക്തി അല്ലെങ്കിൽ മുദ്രാവാക്യം വിളിച്ചാൽ അത് ശരിയാണോ ഇല്ലയോ എന്നുള്ളത് തന്നെ ആദ്യത്തെ ചോദ്യം. പലരും പറയുന്നത് പോലെ LOP എന്ന് വെച്ചാൽ ലീഡർ ഓഫ് ഓപ്പോസിഷൻ എന്ന് വെച്ചാൽ LP സ്റ്റുഡൻറ്റിൻ്റെ ഒരു മാതൃകയിൽ അല്ലെങ്കിൽ അതേ രീതിയിൽ തഴം താഴരുത് എന്ന ഒരു അഭിപ്രായവും പൊതുവെ ജനങ്ങൾ പറയുന്നുണ്ട്. ജനാധിപത്യത്തെ അങ്ങനെ കാണരുത്. പ്രത്യേകിച്ച് പാർലമെന്ററി ജനാധിപത്യത്തിൽ അല്പവും കൂടി ഔന്നത്യത്തോടുകൂടി പെരുമാറാനുള്ള മാനസികമായ ഒരു ഔന്നത്യം അത് പാർലമെന്റിലെ പ്രതിപക്ഷ നേതാവിനും അല്ലെങ്കിൽ പ്രതിപക്ഷ കക്ഷികൾ അല്ലെങ്കിൽ പ്രതിപക്ഷ MP-മാർ അങ്ങനെ പെരുമാറുന്നുണ്ടെങ്കിൽ അവരെ നിയന്ത്രിക്കുവാനുമുള്ള ചുമതല അത് പ്രതിപക്ഷ നേതാവിന് വേണ്ടതാണ്. നിർഭാഗ്യവശാൽ അത് നമ്മൾ കണ്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ ഒരു വിഷയത്തെക്കുറിച്ച് പ്രധാനമന്ത്രി പറഞ്ഞാൽ അല്ലെങ്കിൽ പറഞ്ഞില്ലെങ്കിൽ അത് മാത്രമാണ് വിജയം എന്ന് ഒരാൾ തർക്കിച്ചാൽ അതിനെക്കുറിച്ച് എനിക്കൊന്നും പറയാനില്ല. പക്ഷേ ഞാൻ മനസ്സിലാക്കിയത് ഇന്നത്തെ പ്രസംഗമാണ് ചർച്ച ചെയ്യുന്നതെങ്കിൽ, ഇന്നലത്തെ ആണെങ്കിൽ ചർച്ച ചെയ്യാൻ പറ്റും. ഞാനിന്ന് ഇന്നലത്തെ തൊട്ട് തുടങ്ങാം. അതൊരു ചർച്ചയാണെങ്കിൽ, അങ്ങനെയാണെങ്കിൽ ഒരു പ്രശ്നമുണ്ട്. ഈ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ട് ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവായ മാറിയ ശ്രീ രാഹുൽ ഗാന്ധി ആദ്യം മുന്നോട്ട് വെച്ച ആരോപണം അദ്ദേഹത്തിന് തന്നെ വിഴുങ്ങേണ്ടി വന്നില്ലേ? ഷെയർ മാർക്കറ്റിൽ ഓഹരി കുംഭകോണം നടന്നു എന്ന് പറഞ്ഞ് അദ്ദേഹം വലിയ രീതിയിലുള്ള പത്രസമ്മേളനം നടത്തി. ഇപ്പോൾ ഓഹരി വിപണി ഏറ്റവും നന്നായിട്ട് മുന്നേറുന്നു. അദ്ദേഹം എന്തുകൊണ്ടാണ് അത് പാർലമെന്റിൽ അവതരിപ്പിക്കാഞ്ഞത്? അദ്ദേഹത്തിന് വേണ്ടത്ര സമയം കിട്ടിയല്ലോ, ഒരക്ഷരം പോലും മിണ്ടിയില്ല. അപ്പോൾ അദ്ദേഹത്തിന് ആദ്യം അത് വിഴുങ്ങേണ്ടി വന്നു. അദ്ദേഹം പറഞ്ഞത് അയോധ്യ എന്ന് പറഞ്ഞപ്പോൾ മൈക്ക് ഓഫ് ചെയ്തു എന്ന് പറഞ്ഞു. അദ്ദേഹത്തിന് അത് തെറ്റാണെന്ന് പറഞ്ഞ് ഇപ്പോൾ വിഴുങ്ങേണ്ടി വരുന്നു. അഗ്നിവീർ പദ്ധതിയിൽ ഒന്നും കിട്ടിയില്ല എന്ന് പറഞ്ഞു. അത് ജനങ്ങൾ മുഴുവൻ അറിഞ്ഞു, തെറ്റാണെന്നറിഞ്ഞു, അത് മാറ്റി നിർത്തേണ്ടി വന്നു. മണിപ്പൂർ ഇതുവരെ പറഞ്ഞിരുന്നത് വർഗീയ കലാപമെന്നാണ്. നമ്മളൊക്കെ മനസ്സിലാക്കിയിരുന്നത് എത്തനിക് ഒരു ഇഷ്യൂ ആണെന്നും അത് ഇവിടുത്തെ ക്രിസ്ത്യൻ ബിഷപ്പുമാരടക്കം എല്ലാവരും പറഞ്ഞിരുന്നതാണ്. അപ്പോൾ അത് വിഴുങ്ങേണ്ടി വന്നു. കർഷകരെ തീവ്രവാദികളെന്ന് വിളിച്ചു എന്ന് പറഞ്ഞു, അത് വിഴുങ്ങേണ്ടി വന്നു. അപ്പോൾ ഒരു പാർലമെന്റിൽ പ്രതിപക്ഷ നേതാവ് മുന്നോട്ട് വയ്ക്കുമ്പോൾ നിർബന്ധമായും സ്വീകരിക്കേണ്ട ചില കാര്യങ്ങൾ പോലും അദ്ദേഹത്തിന് അറിയില്ല, അല്ലെങ്കിൽ അദ്ദേഹം അത് തെറ്റായി പറയുന്നുവെങ്കിൽ അത് പാർലമെന്റിന്റെ ഒരു രീതിയല്ല എന്ന് അദ്ദേഹത്തെ ആരെങ്കിലും ഓർമ്മിപ്പിച്ചു കൊടുക്കണം എന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. പിന്നെ വിജയിച്ചു എന്നുള്ള ഒരു പ്രയോഗം അല്ലെങ്കിൽ നരേഷനാണ് ഷാനിക്കും മനോരമയ്ക്കും നൽകാനുള്ളതെങ്കിൽ കോൺഗ്രസ് വിജയിച്ചിട്ടുണ്ട് എന്ന് തന്നെ എനിക്കും പറയാനുള്ളത്. കാരണം ഇപ്പോൾ തോറ്റതിൽ ഹാട്രിക്ക് കിട്ടുന്നതിൽ കോൺഗ്രസ് വിജയിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരാളെ 3 പ്രാവശ്യം ലോഞ്ച് ചെയ്തിട്ടും തോൽക്കുന്ന ചരിത്രം ഒരുപക്ഷെ ലോക ചരിത്രത്തിൽ തന്നെ ആദ്യമായിട്ടുള്ളതിൽ കോൺഗ്രസ് വിജയിച്ചിട്ടുണ്ട്. പിന്നെ 543 സീറ്റിൽ 99 സീറ്റ് കിട്ടിയാൽ വിജയിച്ചു എന്ന് ജനങ്ങളെയും പ്രത്യേകിച്ച് കേരളത്തിലെ ചില മാധ്യമങ്ങളെയും വിശ്വസിപ്പിക്കുന്നതിൽ കോൺഗ്രസ് വിജയിച്ചിട്ടുണ്ട്. അങ്ങനെ പല കാര്യങ്ങളിൽ കോൺഗ്രസ് വിജയിച്ചിട്ടുണ്ട്. അതല്ലാതെ ഇത്തരം പാർലമെന്റിൽ യഥാർത്ഥത്തിൽ ഇന്ന് നമ്മൾ ചർച്ച ചെയ്യേണ്ടത് നരേന്ദ്രമോദി മുന്നോട്ട് വെച്ച മഹത്തായ കുറേ ആശയങ്ങളുണ്ട്. അതായത് കോൺസ്റ്റിറ്റ്യൂഷൻ എന്നാൽ അത് വെറും നിയമങ്ങളുടെ അല്ലെങ്കിൽ കുറേ ആർട്ടിക്കിളുകളുടെ ഒരു സമാഹാരമല്ല, മറിച്ച് അതിൻ്റെ ആത്മാവും അതിൻ്റെ ഒരു ആവിഷ്കാരവും മുദ്രയുമാണ് യഥാർത്ഥത്തിൽ കോൺസ്റ്റിറ്റ്യൂഷൻ. അത് എങ്ങനെയാണ് കോൺഗ്രസ് പല കാലഘട്ടങ്ങളിൽ തകർത്തത് എന്നുകൂടി മനസ്സിലാക്കി കഴിഞ്ഞാൽ ഈ പാർലമെന്റിന്റെ ചർച്ചയുടെ ഒരു ഔന്നത്യം നമ്മൾ മനസ്സിലാക്കും. കാരണം കോൺഗ്രസ് അംബേദ്കറെ ഈ പാർലമെന്റിൽ ഈ പറയുന്ന കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ടാക്കിയ ഭരണഘടന ഉണ്ടാക്കിയ അംബേദ്കറെ തോൽപ്പിച്ചത് കോൺഗ്രസ് ആണ്. മാർക്സിസ്റ്റുകാരും കൂടെ നിന്നിട്ടുണ്ട്. 41 സംസ്ഥാന സർക്കാരുകളെ, തിരഞ്ഞെടുക്കപ്പെട്ട സംസ്ഥാന സർക്കാരുകളെ പിരിച്ചുവിട്ടത് കോൺഗ്രസ് ആണ്.
ഹാർമോണിയം തൊട്ട് ഒരു ഹസൻ ഉൽ ഖാൻ എന്ന് പറയുന്ന പോയറ്റിനെ വരെ 2 വർഷം തടവിലിട്ടത് നെഹ്റുവും കോൺഗ്രസുമാണ്. അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചത് കോൺഗ്രസ്സാണ്. മിസോറാമിലേക്ക് 1966 എയർഫോഴ്സിന്റെ പ്ലെയിൻ വിട്ടുകൊണ്ട്, ഫൈറ്റർ ക്രാഫ്റ്റ് വിട്ടുകൊണ്ട് ബോംബ് ചെയ്യാൻ ശ്രമിച്ചത് കോൺഗ്രസ്സാണ്. സ്വന്തം ജനങ്ങളെ കൊല്ലുവാൻ ശ്രമിച്ചത് കോൺഗ്രസ്സാണ്. ഇങ്ങനെ കോൺഗ്രസ് എല്ലാ കാലഘട്ടത്തിലും നെഹ്റുവിന്റെ കാലം മുതൽ ഇങ്ങോ അവസാനം വരെ ഓരോരോ സർക്കാരുകളെ പിരിച്ചുവിടുകയും കോൺസ്റ്റിറ്റ്യൂഷനെ, ഭരണഘടനയെ നിരന്തരം തകർക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഏതാണ് ചർച്ച ചെയ്യേണ്ടത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഭരണഘടനയെ തകർത്ത കോൺഗ്രസിന്റെ കാലഘട്ടത്തിൽ നിന്ന് വികസനത്തിലേക്ക് കൊണ്ടുവന്ന ഈ BJP സർക്കാരിന്റെ 10 വർഷം, ഞാൻ അതുകൂടി പറയാൻ ആഗ്രഹിക്കുന്നു. ഗുഡ് ഗവർണൻസ് എന്ന് പറഞ്ഞുകൊണ്ട് നരേന്ദ്രമോദി അവസാനം പറഞ്ഞ സെമി കണ്ടക്ടർ മുതൽ വികസനത്തെക്കുറിച്ചിട്ടുള്ള ചർച്ച, അത് ഈ 10 വർഷത്തെ വളർച്ച എന്നുള്ളത് ഇതൊരു ട്രailer മാത്രമാണ്. പിക്ചർ അഭി ബാക്കി ഹേ എന്ന് പറഞ്ഞ് 20 വർഷത്തെ വളർച്ചയെക്കുറിച്ച് അദ്ദേഹം മുന്നോട്ട് വെച്ച ആശയങ്ങൾ. അതുപോലെ തന്നെ വയനാട്ടിലെ താൻ 5 വർഷം ഭരിച്ച വയനാട്ടിലെ ഒരു കുടയെക്കുറിച്ച്, കാർത്തുമ്പി കുടകളെക്കുറിച്ചും, അതുപോലെ തന്നെ കർഷകർക്ക് ഏറ്റവും ഗുണകരമാവുന്ന മില്ലറ്റ് എന്നുള്ള ഒരു പുതിയ ധാന്യത്തെക്കുറിച്ചും ചെറുധാന്യത്തെക്കുറിച്ചും അത് സാധാരണ കർഷകർക്ക് കിട്ടുന്ന വലിയ നേട്ടങ്ങളെക്കുറിച്ചും ശ്രീ നരേന്ദ്രമോദി പറഞ്ഞത് നമ്മൾക്ക് മുന്നോട്ട് വെക്കേണ്ടതാണ്. ന്യൂട്രീഷൻ മാർക്കറ്റിൽ അതുകൊണ്ടുണ്ടാകുന്ന ഗുണങ്ങളെക്കുറിച്ച് അദ്ദേഹം നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. അതുപോലെ തന്നെ കർഷകർക്ക് 12 ലക്ഷം കോടി, ഇതുവരെ ചരിത്രത്തിൽ ഒരിക്കലും ഇല്ലാത്ത രീതിയിൽ 12 ലക്ഷം കോടി ഫെർട്ടിലൈസേഴ്സ് സബ്സിഡി നൽകിയ ഒരു ചരിത്രം, അത് ഇന്ത്യയുടെ ചരിത്രത്തിലുണ്ടോ എന്ന് പ്രതിപക്ഷങ്ങളും അംഗീകരിക്കേണ്ടേ. അതുപോലെ തന്നെ പെൻഷൻ, ഇത്രയേറെ പെൻഷൻ കൊടുത്തത് മാത്രമല്ല, ഈ ട്രൈബൽസിന്, വളറബിൾ ട്രൈബൽ ഗ്രൂപ്പിന് PVTG 24,000 കോടി അനുവദിച്ച ഏത് കാലഘട്ടമുണ്ട് ഈ കഴിഞ്ഞ 10 വർഷമായിട്ട്? ഇത്രയും പറഞ്ഞ സ്ഥിതിക്ക് ശ്രീ ശിവശങ്കർ, താങ്കൾക്ക് ഈ സർക്കാരിന്റെ ഭരണനേട്ടമായി മാറേണ്ടിയിരുന്ന മണിപ്പൂരിൽ പൊട്ടിപ്പുറപ്പെട്ടത് വംശീയ കലാപമാണ് എന്ന് താങ്കൾ തന്നെ അതിനെ അങ്ങനെയാണല്ലോ കാണുന്നത്. അങ്ങനെ 1 വർഷമായി തുടരുന്ന വംശീയ കലാപത്തിൽ എന്ത് നടപടി സ്വീകരിച്ചു? രാജ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ജനാധിപത്യ ധ്വംസനമാണ് അവിടെ നടക്കുന്നത്. ഇത് കേന്ദ്ര സർക്കാർ നോക്കി നിൽക്കുകയാണ് എന്നാണല്ലോ മണിപ്പൂരിന്റെ ജനപ്രതിനിധി ഇന്നലെ പാർലമെന്റിൽ പറഞ്ഞത്. പ്രധാനമന്ത്രി ഇതുവരെ മണിപ്പൂരിനെ കുറിച്ച് പാർലമെന്റിൽ പറയാൻ തയ്യാറായിട്ടില്ലായിരുന്നു. ശ്രീ ശിവശങ്കർ, ശക്തമായ പ്രതിപക്ഷ പ്രതിഷേധം കൊണ്ടാണോ പ്രധാനമന്ത്രിക്ക് ഇന്ന് ആദ്യമായി മണിപ്പൂരിനെ കുറിച്ച് പാർലമെന്റിൽ പ്രസ്താവന നടത്തേണ്ടി വന്നത്? മണിപ്പൂരിനെ കുറിച്ച് ഇത്തരം കാര്യങ്ങൾ പറയുന്നതിന് മുമ്പ് മണിപ്പൂരിന്റെ ചരിത്രവും കൂടി നമ്മൾ മനസ്സിലാക്കണ്ടേ. 1993 5 വർഷം നീണ്ടു നിന്ന കലാപം ഉണ്ടായിട്ടുണ്ട്. അവിടെ എത്രയോ സർക്കാരുകളെ, സംസ്ഥാന സർക്കാരുകളെ ഞാൻ മനസ്സിലാക്കിയതോളം 2ഓ 3ഓ സർക്കാരുകളെ പിരിച്ചുവിട്ടിട്ടുണ്ട്. ഇത്തരത്തിൽ കലാപങ്ങൾ ധാരാളം നടന്നിട്ടുണ്ട്. അതൊരു ദിവസം കൊണ്ട് BJPക്ക് അല്ലെങ്കിൽ കേന്ദ്ര സർക്കാരിനെ നിർത്താൻ പറ്റിയില്ല, തടയാൻ പറ്റിയിട്ടില്ല. തീർച്ചയായും അത് അംഗീകരിക്കുന്നു, അത് തെറ്റ് തന്നെയാണ്. പക്ഷേ അക്കാര്യങ്ങൾ എന്തുകൊണ്ട് നടന്നില്ല? അവിടെ ഇപ്പോൾ നോക്കൂ, 11,000 FIRകൾ ഇതുവരെ ഇട്ടിട്ടുണ്ട് എന്ന് നരേന്ദ്രമോദി കൃത്യമായി കണക്കിൽ പറയുന്നു. 500 പേരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇന്ന് അവിടെ കുട്ടികൾ ഇന്ന് സ്കൂളിൽ പോകുന്നു, കോളേജുകൾ തുറക്കുന്നു, കാര്യമായ സമാധാനം വരുന്നു. ഈ മറ്റുള്ള രീതിയിൽ പറഞ്ഞാൽ 393 മെയ്തി അമ്പലങ്ങൾ, ക്ഷേത്രങ്ങൾ അതും തകർക്കപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഒരു വിഭാഗത്തിൻ്റെ മാത്രമല്ല, ഒരു എത്നിക് കലാപം വന്നപ്പോൾ ഇരു വിഭാഗങ്ങൾ നടത്തിയ വലിയ കലാപങ്ങൾ അത് കാലാകാലങ്ങളായി, വർഷങ്ങളായി ഉണ്ടായിട്ടുണ്ട്. ഈ കാലഘട്ടത്തിൽ, ഈ കുറച്ച് കാലഘട്ടങ്ങളായി ആ പ്രദേശത്തെ മാത്രമല്ല മിസോറാമിനെയും മണിപ്പൂരിനെയും നാഗാലാൻഡിനെയും എല്ലാം ചേർത്തുകൊണ്ട് അവിടെ വലിയ രീതിയിലുള്ള ഒരു മറ്റ് അധിനിവേശം, ആ ചെറിയ സംസ്ഥാനങ്ങളെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് മറ്റു രാജ്യമുണ്ടാക്കാൻ വിദേശ രാജ്യത്തു നിന്ന് ശ്രമിക്കുന്നതിൻ്റെ ഭാഗമായി നടക്കുന്ന ഒരു ക്യാമ്പയിൻ, അതിനെ എതിർക്കുന്നതിൽ ഞാൻ വിശ്വസിക്കുന്നത് കോൺഗ്രസ് അടക്കം മുന്നോട്ട് വന്നാൽ ഈ രാജ്യത്തിൻ്റെ അഖണ്ഡത കാത്തു സൂക്ഷിക്കാൻ. ഇപ്പോൾ MP പറഞ്ഞത് നോക്കൂ, ഞങ്ങളെ ഈ ഭാരതത്തിൻ്റെ ഭാഗമാക്കിയില്ലെങ്കിൽ ഞങ്ങൾ വിട്ടുപോകും എന്നാണ്. മറ്റു സംസ്ഥാനങ്ങൾ അങ്ങനെ പറയില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു, അല്ലെങ്കിൽ മറ്റ് MP-മാർ അങ്ങനെ പറയില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ ഞങ്ങളെ നോക്കിയില്ലെങ്കിൽ ഞങ്ങൾ ഭാരതം വിട്ടുപോകും എന്നുള്ള പറഞ്ഞതുകൊണ്ട് ഇന്നലെ പാതിരാത്രിക്ക് ഒന്ന് ആലോചിച്ച് നോക്കൂ ശ്രീ ശിവശങ്കർ, നമ്മുടെ ജനാധിപത്യത്തിന്റെ പരമോന്നത കേന്ദ്രമായ പാർലമെന്റിൽ ഇന്നലെ രാത്രി 12 മണിക്കാണ് മണിപ്പൂരിന്റെ MP-ക്ക് സംസാരിക്കാൻ അവസരം കിട്ടിയത്. അപ്പോൾ അദ്ദേഹം ആഞ്ഞടിച്ചിങ്ങനെ സംസാരിച്ചില്ലായിരുന്നെങ്കിൽ ഇന്നും പ്രധാനമന്ത്രി മണിപ്പൂരിനെ കുറിച്ച് പറയുമായിരുന്നോ? ഇന്നലെ 2.5 മണിക്കൂർ നേരം പ്രതിപക്ഷം ശബ്ദം വെച്ചു. മണിപ്പൂർ 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 എന്ന് മാത്രമാണ് രാജ്യം മുഴുവൻ തത്സമയ സംപ്രേഷണത്തിലൂടെ കേട്ടത്. പ്രധാനമന്ത്രി പറഞ്ഞില്ല. ഇപ്പോൾ മാത്രമല്ല, കഴിഞ്ഞ 1 വർഷമായി പാർലമെന്റിൽ പ്രധാനമന്ത്രി മണിപ്പൂരിനെ കുറിച്ച് പ്രസ്താവന നടത്തണം എന്ന് പ്രതിപക്ഷം ആവശ്യപ്പെട്ടുകൊണ്ടേയിരിക്കുകയാണ്. ഇപ്പോൾ ഈ പാർലമെന്റിൽ 18ാം ലോക്സഭയിൽ പ്രതിപക്ഷത്തിന്റെ കരുത്ത് വർദ്ധിച്ചതുകൊണ്ടും പ്രതിപക്ഷം ശക്തമായ പ്രതിരോധം ഉയർത്തിയതുകൊണ്ടും പ്രതിഷേധിച്ചതുകൊണ്ടും അല്ലേ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ഇന്ന് മണിപ്പൂരിനെ കുറിച്ച് വിശദീകരിക്കേണ്ടി വന്നത്? അതല്ലേ ജനാധിപത്യത്തിന്റെ ശക്തി? ജനാധിപത്യത്തിന്റെ ശക്തി മറ്റു പലതുമാണ്.
ഇത്രയും ശക്തമായി നരേന്ദ്രമോദി സർക്കാരിനെയും BJPയെയും വിദേശ ശക്തികളുടെ പണത്തിന്റെ എല്ലാം പിന്തുണ കൊണ്ട് എതിർത്തിട്ടും വീണ്ടും മൂന്നാമത്തവണയും BJP അധികാരത്തിൽ വരുന്നത് സാധാരണ ജനങ്ങൾക്ക് ഈ വികസനത്തെക്കുറിച്ച്, ഈ നല്ല സർക്കാരിനെ കുറിച്ച്, നിരന്തരമായ യാത്രയെക്കുറിച്ച് ഇന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞ കാര്യങ്ങൾ താങ്കൾ ആവർത്തിച്ചു. 11,000 FIR ഇട്ടു. അവിടെ കാര്യങ്ങൾ നോർമലാക്കാൻ ഞങ്ങൾ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതൊക്കെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് കഴിഞ്ഞ ഒരു വർഷമായി ഇന്ത്യയുടെ പാർലമെന്റിൽ പറയാമായിരുന്നു. ഇതുവരെ അദ്ദേഹം പറഞ്ഞില്ല. ഇന്നലെയും പറഞ്ഞില്ല. ഇന്ന് പ്രതിപക്ഷം വിട്ടുകൊടുക്കില്ല എന്ന് ഉറപ്പായപ്പോൾ പ്രധാനമന്ത്രിക്ക് മണിപ്പൂരിനെ കുറിച്ച് പറയേണ്ടി വന്നു. പറയാൻ എന്തായിരുന്നു തടസ്സം ഇതുവരെ? അല്ല, ഇന്ന് വിട്ടുകൊടുത്തില്ലേ അദ്ദേഹം അവസാനം പ്രസംഗിച്ചത്. അത് അദ്ദേഹം പറഞ്ഞില്ലായിരുന്നെങ്കിൽ എന്ത് ചെയ്തേനെ? കാര്യമായിട്ടുള്ള പാർലമെന്റിലെ പോലെ കാര്യമായിട്ടുള്ള പ്രതിഷേധവും ഉണ്ടായിരുന്നില്ല. അപ്പൊ എന്ത് ചെയ്തേനെ? അപ്പോൾ വിട്ടുകൊടുത്തില്ലെങ്കിൽ പ്രതിഷേധം അദ്ദേഹം നിശ്ചയിച്ച സമയത്ത് പറയും, ഒരു സംശയവുമില്ല. പ്രതിപക്ഷം വിട്ടുകൊടുക്കില്ല എന്ന് ഉറപ്പായപ്പോൾ പ്രധാനമന്ത്രിക്ക് മണിപ്പൂരിനെ കുറിച്ച് പറയേണ്ടി വന്നു. പറയാൻ എന്തായിരുന്നു തടസ്സം ഇതുവരെ? അല്ല, ഇന്ന് വിട്ടുകൊടുത്തില്ലേ അദ്ദേഹം അവസാനം പ്രസംഗിച്ചത്. അത് അദ്ദേഹം പറഞ്ഞില്ലായിരുന്നെങ്കിൽ എന്ത് ചെയ്തേനെ? കാര്യമായിട്ടുള്ള പാർലമെന്റിലെ പോലെ കാര്യമായിട്ടുള്ള പ്രതിഷേധവും ഉണ്ടായിരുന്നില്ല. അപ്പൊ എന്ത് ചെയ്തേനെ? അപ്പോൾ വിട്ടുകൊടുത്തില്ലെങ്കിൽ പ്രതിഷേധം അദ്ദേഹം നിശ്ചയിച്ച സമയത്ത് പറയും, ഒരു സംശയവുമില്ല. അദ്ദേഹം ഈ നോട്ട് നിരോധനത്തിന്റെ നേട്ടം അവകാശപ്പെട്ടത് ഈ 2 രാജ്യസഭയിലെയോ ലോക്സഭയിലെയോ പ്രസംഗത്തിൽ എവിടെയെങ്കിലും താങ്കൾ കേട്ടോ? നമ്മൾ ആരെങ്കിലും കേൾക്കാൻ വിട്ടുപോയതാണോ? നോട്ട് നിരോധനത്തിന്റെ ഗുണം അദ്ദേഹം പലതവണ പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം പൊതുവെ പാർലമെന്റ് സ്പീച്ചിൽ റിപ്പീറ്റ് ചെയ്യാറില്ല കാര്യങ്ങൾ എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. ഇപ്പൊ നിങ്ങൾക്ക് കേൾക്കണമെങ്കിൽ ഞാൻ റിപ്പീറ്റ് ചെയ്യുന്ന ഒരു കാര്യമുണ്ട്. രാഹുൽ ഗാന്ധിക്കെതിരായ അധിക്ഷേപം, നെഹ്റു കുടുംബത്തിനെതിരായ ആക്രമണം, അത് എത്ര തവണ വേണമെങ്കിലും റിപ്പീറ്റ് ചെയ്യാറുണ്ട്. താങ്കൾ ഒന്ന് വെറുതെ ഗൂഗിൾ ചെയ്താൽ മതി. ഈ 10 വർഷത്തിനിടയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പാർലമെന്റിൽ ഏറ്റവും കൂടുതൽ ആവർത്തിച്ചത് അതായിരിക്കും. ഷാനി എന്നോട് ചോദ്യത്തിനിടയ്ക്ക് ചോദിക്കണം അത്രയും ഏതായാലും റിപ്പീറ്റ് ചെയ്തിട്ടുണ്ടാവില്ല. അല്ല, താങ്കൾ കേട്ടിട്ടില്ലെങ്കിൽ ഞാൻ ഓർമ്മിപ്പിക്കണ്ടേ? ചോദിച്ചു റിപ്പീറ്റ് ചെയ്യാറില്ല എന്നാണ് താങ്കൾ വിശ്വസിക്കുന്നതെങ്കിൽ ഏറ്റവും കൂടുതൽ റിപ്പീറ്റ് ചെയ്യുന്ന കാര്യം ഓർമ്മിപ്പിക്കണ്ടേ? അല്ല, അത് ഞാൻ ഇത് ഓർമ്മിപ്പിക്കണ്ടേ? എന്റെ ഒരു ഉത്തരം പറഞ്ഞ് കഴിയണ്ടേ? റിപ്പീറ്റ് ചെയ്യാറില്ല എന്ന് പറഞ്ഞതിനുള്ള ഉത്തരം ഞാൻ പറഞ്ഞു. ഒരു ഫോട്ടോ എടുത്ത് ഇവിടെ വെക്കാം. അതെങ്ങനെയാണ് ശ്രീ ശിവശങ്കർ? ഞാനിപ്പോ ചോദ്യം ചോദിച്ചു തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ. ശ്രീ ലിജുവിനോട് എത്ര ചോദ്യങ്ങൾ ഇപ്പോൾ ചോദിച്ചു? പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ രാഹുൽ ഗാന്ധിയുടെ പ്രസംഗത്തിനിടെ 50 തവണയാണ് തടസ്സവാദവും ചോദ്യവും ഉന്നയിച്ചത്. താങ്കൾക്കറിയാമോ? അപ്പോൾ പ്രതിപക്ഷ നേതാവ് സംസാരിക്കുന്നതിനിടെ ഇത്രയും അധികം തവണ ഭരണപക്ഷം ഇന്ത്യയുടെ ചരിത്രത്തിൽ പ്രതിപക്ഷ നേതാവിന്റെ പ്രസംഗം തടസ്സപ്പെടുത്തിയ ചരിത്രമില്ല. എന്നിട്ടാണ് നമ്മുടെ ഒരു ചർച്ചയിൽ, ഇത്രയും സൗഹൃദ അന്തരീക്ഷത്തിലുള്ള ഒരു ചർച്ചയിൽ താങ്കൾ പ്രധാനമന്ത്രി പാർലമെന്റിൽ ഒന്നും റിപ്പീറ്റ് ചെയ്യാറില്ല എന്ന് പറയുമ്പോൾ അങ്ങനെയല്ല എന്ന് ഞാൻ ഓർമ്മിപ്പിച്ചതിന് താങ്കൾ എന്തിനാണ് ഇത്രയും പരിഭവിക്കുന്നത്? ചർച്ച ഇന്നത്തെ പ്രസംഗത്തെക്കുറിച്ചാണോ ഇന്നലെ നടന്ന പ്രസംഗത്തെക്കുറിച്ചാണോ? പാർലമെന്റിൽ 3 ദിവസമായി തുടരുന്ന ഭരണ പ്രതിപക്ഷ സംവാദത്തെക്കുറിച്ചാണ്. 3 ദിവസത്തെയാണല്ലോ, ഉറപ്പാണല്ലോ, മാറ്റരുത്. നീ ലിജുവിന്റെ അഭിപ്രായമല്ല, ഞാൻ ഷാനിയുടെ അഭിപ്രായം ചോദിച്ചത്. അല്ല, ഉത്തരം പറയാൻ ഞാൻ തടസ്സപ്പെടുന്നില്ല, പറഞ്ഞോളൂ ഷാനി. ഞാൻ എന്റെ അഭിപ്രായം പറഞ്ഞത് തുടക്കത്തിലേ പറഞ്ഞതാണല്ലോ ശ്രീ ശിവശങ്കർ. ഷാനി പറഞ്ഞോളൂ. ശ്രീ ശിവശങ്കർ, നേരിട്ടുള്ള ചോദ്യം ഞാൻ നേരത്തെ ചോദിച്ചു. മണിപ്പൂരിനെ കുറിച്ച് എന്താണ് പ്രധാനമന്ത്രി ഇതുവരെ സംസാരിക്കാതെ ഇന്ന് സംസാരിക്കാൻ നിർബന്ധിതനായത്? താങ്കൾ പറഞ്ഞത് പ്രധാനമന്ത്രിക്ക് ഇന്നായിരിക്കും സൗകര്യം കിട്ടിയത് എന്നാണ്. അടുത്ത ചോദ്യം ചോദിച്ചു, അദ്ദേഹത്തിന്റെ ഭരണകാലത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നടപടിയായിരുന്നു നോട്ട് നിരോധനം. എന്തുകൊണ്ടാണ് ഇന്ദിരാഗാന്ധിയെയും നെഹ്റുവിനെയും സർക്കാർ തുടങ്ങിയ കാലം മുതലുള്ള ഇന്ത്യൻ ഗവൺമെന്റുകളെല്ലാം ആക്രമിച്ച പ്രധാനമന്ത്രി അദ്ദേഹത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭരണ നേട്ടത്തെക്കുറിച്ച് പ്രതിപക്ഷം ചോദ്യം ഉന്നയിച്ചിട്ട് അതിന് മറുപടി പറയാതെ പോയത്? താങ്കൾ ഇപ്പോൾ ആ ചോദ്യത്തിന് മറുപടി പറഞ്ഞിട്ടില്ല. ഞാൻ പറയാൻ തുടങ്ങിയപ്പോഴാണല്ലോ ഷാനി 3 പ്രാവശ്യം, ഇപ്പൊ 6 പ്രാവശ്യം പറഞ്ഞു. അത് മറുപടിയായി. ഞാൻ ആദ്യം ചോദിച്ച താങ്കൾ നോട്ട് നിരോധനത്തെ കുറിച്ച് പറയാൻ പോവുകയാണെങ്കിൽ ഞാൻ ഇടപെടില്ല. ശേഷം അല്ല, ഞാൻ അതല്ല ഷാനി, ഞാൻ ചോദിച്ചത് താങ്കൾ ഷാനി ലിജുവിനോട് എത്ര ചോദ്യം ചോദിച്ചു? നിരീക്ഷകനായി വന്ന് ഒരു സ്വതന്ത്ര നിരീക്ഷകനായ ശ്രീ മോഹൻ വർഗീസിനോട് എത്ര ചോദ്യം ചോദിച്ചു? ഇതേ ഞാൻ ചോദിച്ചുള്ളൂ. അതിന് ഉത്തരമില്ല എന്ന് ജനങ്ങൾക്ക് മനസ്സിലായി. എന്നോട് മാത്രം ചോദ്യം ചോദിക്കുന്ന ഒരു പ്രത്യേക തരം സ്വഭാവം അത് പൊതുവെ എനിക്ക് അവർ കാണുകയല്ലേ തത്സമയം? ജനങ്ങൾ കാണുകയാണ്. അതുകൊണ്ടാണല്ലോ ഇവിടെ ഞങ്ങൾക്ക് നേട്ടം ഉണ്ടായത്. പറഞ്ഞോളൂ.
അപ്പോൾ ഞാനിനി ഒരു സംശയമില്ല, അതുകൊണ്ടാണല്ലോ ഈ UP-യിൽ വിശ്വാസം നഷ്ടപ്പെടുന്നതും ചിലർക്ക് ഗുണം വന്നതും ഒക്കെ. ചില തെരഞ്ഞെടുപ്പ് ജനങ്ങൾക്ക് ജനാധിപത്യ ബോധം വരും. പറയുമ്പോ തെറ്റിപ്പോകരുത്, അങ്ങനെയല്ല പറഞ്ഞത്. എന്നെ ഉദ്ദേശിച്ചാണ് പറയുന്നതെങ്കിൽ ഞാൻ ഷാനി പറയുമ്പോ ഒക്കെ ഞാൻ ഇവിടെ ഇടാൻ തുടങ്ങും. അല്ല, താങ്കൾ ഇപ്പോൾ എന്നെ കുറിച്ചാണ് പറഞ്ഞതെങ്കിൽ ആണോ? അങ്ങനെ എനിക്ക് തോന്നി. ആണോ? അല്ല, അങ്ങനെ തോന്നിയോ? ആണോ? അങ്ങനെ ഷാനിക്ക് തോന്നിയോ? എനിക്ക് തോന്നി. ആണോ? അതിന് ഷാനി അങ്ങനെ അപ്പൊ പിന്നെ തെറ്റു പറയാനില്ല. അല്ല, അങ്ങനെയാണെങ്കിൽ ശരിക്കും പറയണം. പറഞ്ഞത് പൂർണ്ണമായും ശരിയായും പറയണം. ഞാൻ താങ്കളുടെ മുന്നിൽ നിൽക്കുകയാണ്. എന്നെ മിസ്കോട്ട് ചെയ്യരുത്. ശരിക്ക് പറഞ്ഞു തന്നെ ഷാനി ഇവിടെ എത്തിയതും ഇവിടം വരെ പിന്തുടർന്നു. എന്തിനു വെറുതെ ഞാൻ കൃത്യമായൊരു ചോദ്യമല്ലേ താങ്കളോട് ചോദിച്ചത്. നോട്ട് നിരോധനത്തെ കുറിച്ച് എന്താണ് പ്രധാനമന്ത്രി അദ്ദേഹത്തിന്റെ മറുപടി പ്രസംഗത്തിൽ ഒന്നും മറുപടി പറയാതിരുന്നത്? ഞാൻ അതുകൊണ്ടല്ല പറഞ്ഞത്, പലതവണ പറഞ്ഞു കഴിഞ്ഞതാണ്. അതിന് അദ്ദേഹം ഇവിടെ നോട്ട് നിരോധനം എന്ന് നിരന്തരം പറഞ്ഞതുകൊണ്ട് അതിന് കാര്യപ്രസക്തമായ എന്തെങ്കിലും ഉണ്ടോ? ഞാൻ ചോദിക്കട്ടെ, ഈ കാര്യപ്രശസ്തമായ കാര്യങ്ങൾ ഒരു മിനിറ്റ് നിശബ്ദമായിട്ടിരുന്ന ഞാൻ ഉത്തരം പറയാം, അല്ലെങ്കിൽ ഞാൻ ഇറങ്ങിപ്പോവാം. രണ്ട് കാര്യങ്ങൾ. ഒന്ന്, രാഹുൽ ഗാന്ധി ഈ സ്കാമിനെ കുറിച്ച് പറഞ്ഞതിനെ കുറിച്ച് പിന്നെ എന്താ അദ്ദേഹം പറയാഞ്ഞേ? നോട്ട് നിരോധനം പോട്ടെ, രാഹുൽ ഗാന്ധിയുടെ തന്നെ ഷെയർ സ്റ്റോക്ക് അദ്ദേഹം വയനാട്ടിൽ കൊടുത്ത കഴിഞ്ഞ വർഷത്തെ സ്റ്റോക്ക് തന്നെ 26% വർദ്ധിച്ചു ഈ കഴിഞ്ഞ 10 ദിവസം കൊണ്ട്. അപ്പോ സ്വന്തം കാര്യത്തിൽ പോലും വിവരമില്ലാത്ത, ബാലബുദ്ധി പോലും വരാൻ, അല്പം ബുദ്ധി ഉണ്ടെങ്കിൽ ബാലബുദ്ധി എന്ന് വിളിക്കായിരുന്നു, സ്വന്തം ഷെയർ പ്രോഗ്രസിന്റെ പ്രൈസ് ഇന്ത്യ ടുഡേ എഴുതി വെച്ചിട്ടുണ്ട്. 26% ഹാസ് ബീൻ ഇൻക്രീസ്ഡ് ഇൻ ദ രാഹുൽ ഗാന്ധി സ്റ്റോക്ക് പ്രൈസ് എന്ന്. ഞാൻ വേണമെങ്കിൽ സ്റ്റോക്ക് ഏതൊക്കെയെന്ന് ഞാൻ പറഞ്ഞു തരാം. അദ്ദേഹം മേടിച്ചിരുന്ന സ്റ്റോക്കുകൾ ITCയുടെയും അതുപോലെ തന്നെ ഇൻഫോസിസിന്റെ അടക്കമുള്ള സ്റ്റോക്കുകൾ പ്രൈസ് കൂടി. അത് അദ്ദേഹം പറഞ്ഞോ? പിന്നെ ഇനി ഞാൻ നമ്മുടെ നോട്ട് ബാനിന്റെ കാര്യം, ഈ കഴിഞ്ഞ ഒരു 10 വർഷമായിട്ട് 2011-12 21% പൂർട്ടിയെങ്കിൽ ഈ 2022-24 8.5% ആയിട്ട് പൂവർട്ടി കുറഞ്ഞില്ലേ? അത് നോട്ട് ബാൻ കൊണ്ട് കൂടിയോ? എന്നിട്ട് ഇവിടെ കഴിഞ്ഞ 5 വർഷമായി ഭരണം നടത്തിയപ്പോഴേക്ക് നമ്മുടെ എക്കണോമി ഹാസ് ബീൻ ഇൻക്രീസ്ഡ് ഇൻ ടു ദ തേർഡ് സ്റ്റേജ് ആയില്ലേ? അത് ഇവിടെ തകർന്നത് കൊണ്ടാണോ? ഇവിടെ എല്ലാ കാര്യത്തിലും ഗ്രോത്ത് വന്നതും വിദേശത്ത് നിന്ന് ഇത്തരത്തിലുള്ള പണങ്ങൾ വരുന്നതും ഇവിടെ വളർച്ച കൂടുന്നതും ഈ കാര്യം കൊണ്ടാണോ? ഇവിടെ നോട്ട് ബാൻ കൊണ്ട് തകർന്നത് കൊണ്ടാണോ? അപ്പൊ ഇത്തരത്തിൽ ഈ വേണമെങ്കിൽ എക്കണോമി, നമുക്ക് വേണമെങ്കിൽ പാർലമെന്റിന്റെ വേറെ സാധനം മാറ്റി വെച്ചിട്ട് വി ക്യാൻ ഡിസ്കസ് അബൌട്ട് ദാറ്റ് എക്കണോമിക് ഗ്രോത്ത് ആഫ്റ്റർ ദ ഡിമോളിഷൻ. നമുക്ക് ചർച്ച ചെയ്യാം. അപ്പൊ ഇതല്ലല്ലോ നിങ്ങളുടെ പ്രശ്നം. എന്താ? ഞാൻ ആദ്യമേ തന്നെ ഈ 3 ദിവസത്തെ ചർച്ചയുടെ കാര്യം പറഞ്ഞു. ഈ കാലഘട്ടത്തിൽ നിങ്ങൾ ഉപയോഗിച്ച 3 കാര്യം, അയോധ്യയിലെ മൈക്ക് ഓഫ് ചെയ്തെന്ന് പറഞ്ഞു, തെറ്റായിരുന്നില്ലേ? അഗ്നിവീർ പദ്ധതിയിൽ പൈസ കിട്ടിയില്ല എന്ന് പറഞ്ഞു, അവർ തന്നെ പറഞ്ഞു പൈസ കിട്ടിയെന്ന്, മരിച്ച 1 കോടി കിട്ടിയെന്ന് അവർ തന്നെ പറഞ്ഞു. പിന്നെ അതുപോലെ തന്നെ കർഷകരെ തീവ്രവാദികൾ വിളിച്ചെന്ന് പറഞ്ഞു. അമിത്ഷാ വിളിച്ചു ചോദിച്ചാൽ എപ്പോഴാണ് തീവ്രവാദികൾ വിളിച്ചതെന്ന് ഇപ്പോഴും ലിജു റിപ്പീറ്റ് ചെയ്തു. താങ്കൾ ഇടപെട്ടോ? അപ്പൊ ഞാൻ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അത് സത്യമുണ്ടോ ശരിയുണ്ടോ എന്ന് പറയുന്നതിന് മുമ്പ് തന്നെ ഇടപെടുന്ന ആങ്കർമാർ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഈ 99 സീറ്റ് കിട്ടിക്കഴിഞ്ഞാൽ വിജയിച്ചു എന്ന് മലയാളത്തിലെ ചില ആങ്കേഴ്സിനെ വിശ്വസിപ്പിക്കുന്നതിൽ കോൺഗ്രസ് വിജയിച്ചു എന്ന് ഞാൻ പറഞ്ഞത്. നിങ്ങളുടെ വിചാരം ഇതെല്ലാം വിജയിച്ചു അല്ലെങ്കിൽ ജനങ്ങൾ പറയരുത്. ഷാനിയുടെ ചോദ്യത്തിനുള്ള മറുപടി എനിക്കൊരു മറുപടി കിട്ടിയില്ല. തന്നേ പറ്റൂ. നിങ്ങൾ താങ്കൾ വേണ്ടതിൽ ഇടപെട്ടു. എനിക്ക് 3 മിനിറ്റ് തന്നേ പറ്റൂ. അങ്ങനെയാണെങ്കിൽ പിന്നെ നമുക്ക് ചർച്ചയിൽ സമയം ഉണ്ടാവില്ല. ഇപ്പൊ തന്നെ 3 മിനിറ്റ് തന്നേ പറ്റൂ. ഓക്കെ, പറഞ്ഞോളൂ. 3 മിനിറ്റ് ഞാൻ ഇടപെടില്ല. പ്രധാനമന്ത്രി എന്തുകൊണ്ട് നോട്ട് നിരോധനത്തെ കുറിച്ച് സഭയിൽ അവകാശവാദം ഉന്നയിച്ചില്ല? മറുപടി പറഞ്ഞില്ല. ഷാനി, എനിക്ക് ടൈം തരുന്നുണ്ടോ ഇല്ലയോ? പറഞ്ഞല്ലോ ശ്രീ ശിവശങ്കർ, ഇടപെടില്ല എന്ന്. ശരി. അപ്പോ ഒന്ന്, കോൺഗ്രസ് പരാന്ന ജീവികളായി എന്ന് അദ്ദേഹം പറഞ്ഞു. അതിന് മറുപടി ഉണ്ടോ? കോൺഗ്രസിന്റെ റേറ്റ് എനിക്ക് കേട്ടില്ല കേട്ടോ. ദർ സം ഡിഫറൻസ്. ഒന്ന് ഡിസ്റ്റർബൻസ് ഒന്ന് കറക്റ്റ് ചെയ്യണേ. അപ്പോൾ പരാന്ന ജീവികളായി എന്ന് പറഞ്ഞു, പാരസൈറ്റ്. നിങ്ങൾക്ക് സ്ട്രൈക്ക് റേറ്റ് എത്ര? ഇപ്പോഴും 29% ആണ് സ്ട്രൈക്ക് റേറ്റ് അഗേൻസ്റ്റ് BJP അല്ലേ? കോൺഗ്രസിന് 29% ആണ് സ്ട്രൈക്ക് റേറ്റ് എന്ന് പറയുന്നത്. 29% മാത്രം. 13 സംസ്ഥാനങ്ങൾ. നിങ്ങളുടെ എത്ര സീറ്റാ? 0. വെറും 0 സീറ്റ്. ഇതെല്ലാം സൂചിപ്പിക്കുന്നത് കോൺഗ്രസിന് 13 സംസ്ഥാനങ്ങൾ ജനങ്ങളുടെ പിന്തുണ നഷ്ടപ്പെട്ടെന്നല്ലേ? ഞങ്ങളിവിടെ കേരളത്തിൽ വിജയിച്ചിരിക്കുന്നു, മറ്റു പല അരുണാചലിലടക്കം ആന്ധ്രാപ്രദേശിലും ഭരണം തിരിച്ചു നേടിയിരിക്കുന്നു. ഇത് സൂചിപ്പിക്കുന്നത് BJP ഇന്ത്യയിലാകെ വളരുന്നു എന്ന് തന്നെയാണ്, ഒരു സംശയവുമില്ല. അതുകൊണ്ട് പിന്നെ ഞാൻ ലിജുവിന്റെ ഉത്തരം പറയാം. ലിജുവിന് ഇപ്പൊ ആർമിയോട് ഭയങ്കര സ്നേഹമാണ്. ആർമിയിലെ ചീഫ് 3 തവണ പത്രസമ്മേളനം നടത്തിയിട്ട് ആർമിയുടെ ചീഫ് തെറ്റാണ് പറയുന്നത്, നുണയാണെന്ന് പറഞ്ഞതും നിങ്ങളുടെ പാർലമെന്റിലെ നേതാവല്ലേ?
റഫേലിനെ പിടിച്ചപ്പോൾ റഫേലിനെ കുറിച്ച് എയർഫോഴ്സ് ചീഫ് പറഞ്ഞപ്പോൾ അത് തെറ്റാണെന്നും അത് നുണയാണെന്നും അതിന് കമ്മീഷൻ കിട്ടുമെന്ന് പറഞ്ഞ നിങ്ങളല്ലേ? ആർമിയെയും എയർഫോഴ്സിനെയും നിങ്ങൾ നിരന്തരം ദ്രോഹിക്കുകയല്ലേ ചെയ്തത്? തീവ്രവാദികൾ എന്ന് വിളിച്ചത് എപ്പോഴാണ്? നിങ്ങൾ പറഞ്ഞല്ലോ ഞങ്ങൾ ഇവിടുത്തെ കർഷകരെ തീവ്രവാദികൾ എന്ന് വിളിച്ചത്. എപ്പോഴാണ് തീവ്രവാദികൾ എന്ന് വിളിച്ചത്? അതുപോലെ തന്നെ ഇവിടെ അഭയമുദ്ര നിങ്ങളിപ്പോൾ പറയുകയാണ് നിങ്ങളുടെ കോൺഗ്രസ് അഭയമുദ്രയാണെന്ന്. നിങ്ങൾക്ക് തിരിച്ചു പറയേണ്ടി വരില്ലേ? കോൺഗ്രസിന്റെ ചിഹ്നം അഭയമുദ്രയാണെന്നും അത് ഹിന്ദു എംബ്ലമാണെന്നും നിങ്ങൾക്ക് വയനാട്ടിൽ പറയാൻ പറ്റുമോ? നിങ്ങളത് പറയുമോ? അപ്പോൾ നിങ്ങളത് പറയില്ല. പിന്നെ നിങ്ങൾ പറയാണ് നരേന്ദ്രമോദി ദൈവത്തിന്റെ പുത്രനാണെന്ന്. ഏതായാലും ദൈവത്തെ നേരിട്ട് സൃഷ്ടിക്കുന്ന ഒരു കുടുംബം, ദൈവങ്ങളെ സൃഷ്ടിക്കുന്ന ഒരു കുടുംബമൊന്നും ഞങ്ങൾക്കില്ല. BJP-യിലെ ഏത് കുടുംബത്തിൽ നിന്നും ഇത്തരത്തിലുള്ള പ്രധാനമന്ത്രിമാർക്ക് വരാം. പക്ഷേ കോൺഗ്രസിലെ പ്രധാനമന്ത്രിമാരും പ്രസിഡന്റുമാരും വരുന്നത് ഒരു കുടുംബത്തിൽ നിന്ന് മാത്രമാവണമെന്നുള്ള നിർബന്ധം, അങ്ങനെ ഒരു ദൈവത്തിന്റെ അനുഗ്രഹമുള്ള കുടുംബമൊന്നും ഞങ്ങളുടെ ഇല്ല. അതാണ് ജനാധിപത്യത്തിന്റെ യഥാർത്ഥ വിജയം. അതാണ് ജനാധിപത്യത്തിൽ വേണ്ടത്. അത് മനസ്സിലാക്കുവാനാണ് കഴിച്ചത്. ഒരൊറ്റ ചോദ്യം. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ ദൈവം തന്നെ സൃഷ്ടിച്ചതാണ്, നേരിട്ട് സൃഷ്ടിച്ചാണെന്ന് പറഞ്ഞത് ആരാണ്? അല്ല, അങ്ങനെ പറഞ്ഞൊന്ന് വീഡിയോ കാണിക്കാമോ? അല്ല, ആരാണത് പറഞ്ഞത്? താങ്കൾ പറഞ്ഞു, നിങ്ങൾ പറഞ്ഞില്ലേ? ഇത്രനാൾ 15 ലക്ഷം ഞാൻ കൊടുക്കുന്നു പറഞ്ഞൊരു വീഡിയോ പറഞ്ഞിരുന്നു. അല്ല, ഞാൻ പലകൂറി കണ്ടാണ്, ഒന്ന് കാണിക്കും. അല്ല, ശ്രീ ശിവശങ്കറാണ് ഇപ്പോൾ ഉന്നയിച്ചത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ ദൈവം സൃഷ്ടിച്ചതാണ് എന്ന്. നിങ്ങൾ അങ്ങനെ പറഞ്ഞിട്ടില്ല എന്നാ പറഞ്ഞത്. ആരാണ് പറഞ്ഞത്? ദൈവം തിരഞ്ഞെടുത്താണെന്ന് തോന്നുന്നു എന്ന് അദ്ദേഹം പറഞ്ഞത്. നിങ്ങളൊന്ന് കാണിക്കൂ, ജനങ്ങൾ മനസ്സിലാക്കട്ടെ. അല്ല, എന്താണ് അദ്ദേഹം പറഞ്ഞത്? താങ്കൾക്ക് വിശദീകരിക്കാം. അതുണ്ടാവുമല്ലോ, വീഡിയോ ഉണ്ടാവുമല്ലോ. താങ്കൾ വിശദീകരിച്ചോളൂ. നിങ്ങളുടെ ലൈബ്രറിയിൽ അനീസിനോട് പറഞ്ഞാൽ അത് അനീസ് എടുത്ത് തരും. കോൺഗ്രസ്സുകാർക്ക് ഇത്രയും നാളും 15 ലക്ഷം, അല്ല കോൺഗ്രസ്സുകാർ ഇത്രയും നാൾ 15 ലക്ഷം നിങ്ങളുടെ അക്കൗണ്ടിൽ വരുമെന്ന് നുണ പറഞ്ഞ് നടന്നിട്ട് നിരന്തരമായി പറഞ്ഞിട്ട് ജനങ്ങൾ വിശ്വസിച്ചില്ല. ഇത് ജനങ്ങൾക്ക് അറിയാമല്ലോ എന്താ അദ്ദേഹം പറഞ്ഞത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ദൈവവുമായി, ദൈവത്തിന്റെ സൃഷ്ടിയായി അദ്ദേഹത്തെ കുറിച്ച് എന്താണ് പറഞ്ഞത്? വ്യക്തമായി താങ്കൾ പറഞ്ഞോളൂ. ആരും ഇടപെടില്ല. എന്താണ് അദ്ദേഹം പറഞ്ഞത്? അദ്ദേഹം പറഞ്ഞത് ഈ കർമ്മങ്ങൾ ചെയ്യുവാനായിട്ട് ഒരു വ്യക്തി എന്നതിൽ എനിക്കൊട്ടും ശക്തിയില്ല, അല്ലെങ്കിൽ ഞാൻ ചെയ്തില്ല. ദൈവത്തിന്റെ ഒരു പിന്തുണ എനിക്കുള്ളത് കൊണ്ടാണ് ഇത്രയും വലിയ കർമ്മങ്ങൾ എനിക്ക് ചെയ്യാൻ പറ്റുന്നത് എന്നതിന്റെ ഒരു ഹിന്ദി വേഷനാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. അതല്ല തെറ്റാണെങ്കിൽ താങ്കൾക്ക് കാണിക്കാം. ഞാൻ ലിജു പറഞ്ഞതിന്റെ ഒരു കണക്ക്, പെർ ക്യാപിറ്റൽ ഇൻകം 2013-14 എത്രയായിരുന്നു ലിജുവിന് എന്തെങ്കിലും അറിയാമെങ്കിൽ ലിജുവിന് പറയാം. 86,647 രൂപയാണ് ഇന്ത്യൻ റുപ്പീസ്. അത് ഇപ്പോൾ 1,72,000 രൂപയാണ്. അപ്പോൾ പെർ ക്യാപിറ്റൽ ഇൻകം കൂടിയില്ല എന്ന് അദ്ദേഹം പറഞ്ഞതിന് തെറ്റായ ഒരു കണക്കാണ്. ഈ മോഹൻ വർഗീസും ഈ ഫരീദാബാദ് കോൺസ്റ്റിറ്റ്യുവൻസി, പാർലമെന്ററി കോൺസ്റ്റിറ്റ്യുവൻസിയുടെ കണക്ക് പറയുമ്പോൾ അയോധ്യയിൽ അസംബ്ലിയിൽ ആരാ വിജയിച്ചെന്നും കൂടി ഒന്ന് കണക്ക് നോക്കിക്കഴിഞ്ഞാൽ അദ്ദേഹം ഇത്തരം തെറ്റായ വാർത്തകൾ പറയില്ലായിരുന്നു. അപ്പോൾ ഈ ചർച്ചയ്ക്ക് മുൻപ് അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ അവരൊന്ന് പഠിക്കണം നല്ലതാണ്. അപ്പോൾ അലച്ചു കെട്ടി ഇങ്ങോട്ട് പെർ ക്യാപിറ്റൽ ഇൻകം കൂടിയില്ല, എല്ലാം കൂടി GDP കൂടി പെർ ക്യാപിറ്റലൊക്കെ കൂടി. ഇത് കണക്കുകൾ കൃത്യമായിട്ട് പറയാൻ സമയം കിട്ടിയില്ലെങ്കിൽ ഭാഗ്യം. പ്രതിരോധ മന്ത്രി പറഞ്ഞത് 100% സത്യമാണെന്ന് BJP-ക്കും സർക്കാരിനും ഞാൻ കണ്ടില്ല. അത് മനോരമയിൽ പ്രദർശിപ്പിച്ചാൽ ഞാൻ ചോദിച്ചത്, രാജ്നാഥ് സിംഗ് പറഞ്ഞത് തിരുത്തേണ്ടി വരില്ലെന്നും പിൻവലിക്കേണ്ടി വരില്ലെന്നും BJP-ക്കും കേന്ദ്ര സർക്കാരിനും 100% ഉറപ്പുണ്ടോ? ഒരു സംശയവുമില്ല. അഗ്നിവീർ പദ്ധതിയുടെ അദ്ദേഹം അച്ഛൻ തന്നെ പറഞ്ഞല്ലോ പണം കിട്ടിയെന്ന്.